ഇത് വലിയൊരു മാറ്റമാണ്. ഈ മാറ്റം വഴി സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ദൗർഭാഗ്യകരമായ ഒഴിവാക്കപ്പെടേണ്ട ചില പിഴവുകൾ ഉണ്ടാകുന്നതിനെ പർവ്വതീകരിച്ചുകൊണ്ട് വൈദ്യശാസ്ത്ര രംഗത്ത് പൊതുജനാരോഗ്യ രംഗത്ത് കേരളം കൈവരിച്ച എടുത്തു പറയാൻ കഴിയുന്ന നേട്ടങ്ങൾ അത് നീതി ആയോഗിനെ പോലുള്ള അഖിലേന്ത്യാ സംവിധാനങ്ങൾ പോലും അംഗീകരിച്ചതാണ്. അപ്പോൾ ഇത് ആളുകളുടെ ശ്രദ്ധയിൽ വരാതിരിക്കാനുള്ള ഒരു ആഖ്യാനമുണ്ട്. ആരോഗ്യരംഗമാകെ കേരളത്തിൽ തകർന്നിരിക്കുന്നു. മലയാളിയായ ജർമ്മനിയിലുള്ള ഈ ഡോക്ടർ പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാളും മികച്ച പൊതുജനാരോഗ്യ സംവിധാനമാണ് കേരളത്തിലുള്ളത്. യൂറോപ്പിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഡോക്ടറെ കാണണമെങ്കിൽ അപ്പോയിൻമെന്റ് കിട്ടാൻ ആഴ്ചകൾ കാത്തിരിക്കണം ഡോക്ടറുടെ സമ്മതം. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടുന്ന് തിരുവല്ലയിൽ നിന്നൊക്കെ ക്ഷമിക്കണം, പത്തനംതിട്ടയിൽ നിന്നൊക്കെ ധാരാളം പേര് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഉണ്ടാവും. അവിടുത്തെ എല്ലാ സ്ഥിതിവിശേഷവും അതാണ്. അപ്പം ഇത്തരത്തിൽ വലിയൊരു മാറ്റം കേരളത്തിലുണ്ട്. ഓരോ മേഖലയിലും ഇതുപോലുള്ള മാറ്റങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് തീവ്രദാരിദ്ര്യ നിർമ്മാർജ്ജനം. നീതി ആയോഗ് വരെ അംഗീകരിച്ചതാണ്. ഇന്ത്യയിൽ ഒറ്റ സംസ്ഥാനത്തിലേ ഇത് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇവിടെ LDF-നെതിരായിട്ട് മത്സരിക്കുന്ന UDF-ന്റെ മുഖ്യ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ളൊരു മുദ്രാവാക്യം തന്നെയായിട്ട് വെച്ചു. എത്ര വർഷം മുമ്പാണ്? 1971 തിരഞ്ഞെടുപ്പാണ്. റബ്ബുൾ 29, 1039, 1049, 6, 55 അല്ലേ കണക്കൂട്ടി 55 അരനൂറ്റാണ്ടിലധികം മുമ്പാണ്. അത് വെച്ചതിന് ശേഷം 71 തിരഞ്ഞെടുപ്പിൽ 3-2 ഭൂരിപക്ഷം കിട്ടി. 5 വർഷം ഭരിക്കേണ്ടത് 5 വർഷമല്ല 6 വർഷം ഭരിച്ചു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് 77 പിന്നെ തെരഞ്ഞെടുപ്പ് നടന്നത്. 71 നടന്നതിന് ശേഷം അല്ലേ? അത്രയും കാലം ഭരിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനെതിരായിട്ട് ആരെങ്കിലും ഇടപെടാൻ വന്നാൽ അവർക്കൊന്നും അനങ്ങാൻ പറ്റാത്ത വിധം രാജ്യത്തെ ചങ്ങലയ്ക്ക് ഇട്ടുകൊണ്ടാണ് അടിയന്തരാവസ്ഥയുടെ അന്ധകാര നിബിഡമായ കാലമാണ് 71 തൊട്ട് 77 വരെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു. അതിനുശേഷം എത്ര തവണ കോൺഗ്രസ് വന്നു? 77 മുതൽ 79 വരെ കഴിഞ്ഞിട്ട് 80 ശ്രീമതി ഇന്ദിരാഗാന്ധി വന്നു. 84 വരെ ഭരിച്ചു. പിന്നെ 400-ലധികം സീറ്റോടുകൂടി രാജീവ് ഗാന്ധി വന്നു. പിന്നെ മൻമോഹൻ സിംഗിന്റെ 10 വർഷം ഉണ്ടായി. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടില്ല, ദാരിദ്ര്യം വർദ്ധിക്കുകയാണ് ചെയ്തത്. എന്നാൽ കേരളത്തിൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നതിൻ്റെ ആദ്യത്തെ പടവ് തീവ്ര ദാരിദ്ര്യം പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു. ഇങ്ങനെയുള്ള നേട്ടങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇതുപോലെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമായും ചർച്ച ചെയ്യേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാർ നേരിട്ടും വീഡിയോ വഴിയും കേരളത്തിലെ വോട്ടർമാരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്? ഇന്നലെ കോഴിക്കോട് നടന്ന പരിപാടിയിൽ ആദരണീയനായ ശ്രീ മല്ലികാർജുൻ ഖാർഗെ AICC അധ്യക്ഷൻ നേരിട്ട് വന്ന് പ്രസംഗിച്ചു. ശ്രീ രാഹുൽ ഗാന്ധി വീഡിയോ വഴി പ്രസംഗിച്ചു. രണ്ടു കൂട്ടരും പറഞ്ഞത് ഒന്ന് ചില ഗ്യാരണ്ടികളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് 3000 രൂപ വീതം കൊടുക്കുമെന്നാണ് പെൻഷൻ. 600 രൂപ പെൻഷൻ ഉണ്ടായിരുന്നപ്പോൾ 18 മാസം അത് കുടിശ്ശിക വരുത്തിയവരാണ്. അത് പിന്നെ LDF ഗവൺമെന്റ് വരേണ്ടി വന്നു ആ കുടിശ്ശിക തീർത്തു കൊടുക്കാൻ. അല്ലേ? കേരളീയർക്കറിയാമല്ലോ. അവരോടാണ് പറയുന്നത് ഞങ്ങൾ വന്നാൽ 3000 രൂപ തരുമെന്ന്. അപ്പോൾ അത്തരം ഗ്യാരണ്ടികളെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം ഒരു വലിയ ബോംബ് ആവർത്തിച്ച് പൊട്ടിക്കാൻ ശ്രമിച്ചു. എന്താ? BJP CPIM ഡീൽ. മുമ്പൊരു ഘട്ടത്തിൽ വന്നിട്ട് രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞതാണ്. അന്നതൊരു നനഞ്ഞ പടക്കം പോലെ പൊട്ടിപ്പോയി. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ നേരിടുന്നതിന് വേണ്ടി ഇന്ത്യ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ക്രമീകരണം അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങളെല്ലാം കൂടെ ചർച്ച ചെയ്തുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പാർട്ടി ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം അത്തരം 3 യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒന്ന് ഓൺലൈനായിരുന്നു, 2 അല്ലാത്തതായിരുന്നു. RSS എന്ന ഫാസിസ്റ്റ് സംഘടനയുടെ നേതൃത്വത്തിൽ BJP നമ്മുടെ രാജ്യത്ത് വർഗീയതയുടെ വിഷം ചുരത്താൻ നടത്തുന്ന ശ്രമങ്ങളെ കഴിയുന്നിടത്തോളം നമ്മൾ യോജിച്ചു നിന്ന് നേരിടണം. അതാണ് ഇന്ത്യ ബ്ലോക്കിന്റെ കാഴ്ചപ്പാട്. അതിനോടൊപ്പം ഉണ്ട് എന്താണ്
ചില സ്ഥലങ്ങളിലെ ചില സംസ്ഥാനങ്ങളിലെ വസ്തുനിഷ്ഠ സാഹചര്യം നിമിത്തം നമുക്ക് ചിലപ്പോൾ മത്സരിക്കേണ്ടി വരും. അതും അറിയാവുന്നതാണ്. അത് ഇന്ത്യ ബ്ലോക്ക് ഉണ്ടാക്കിയപ്പോൾ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. പക്ഷേ ചില സ്ഥലത്ത് നമ്മൾ പരസ്പരം മത്സരിക്കേണ്ടി വരുമ്പോൾ ആ മത്സരം ബി ജെ പിക്ക് ഗുണകരമായിക്കൂടാ, ഫാസിസ്റ്റ് RSS നിയന്ത്രിക്കുന്ന ബി ജെ പിക്ക് ഗുണകരമായിക്കൂടാ. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊരു പൊതുധാരണയാണ്, ഒരു പൊതു കാഴ്ചപ്പാടാണ്. ഈ പൊതു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ? ആ കാഴ്ചപ്പാടിന് അനുയോജ്യമാണോ കേരളത്തിൽ വന്നിട്ട് പച്ചക്കള്ളം CPIM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ടെന്നുള്ള പച്ചക്കള്ളം ഇത്ര ഉന്നതന്മാരായ നേതാക്കന്മാർ പറയാൻ പാടുണ്ടോ? അവരുമായിട്ട് യോഗങ്ങളിൽ ഒരുമിച്ചിരിക്കേണ്ട ഇടതുപക്ഷ പാർട്ടിയിൽപ്പെട്ടവർ, CPM മാത്രമല്ല, ഇന്ത്യ ബ്ലോക്കിന്റെ യോഗങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നവരാണ് LDF-ലുള്ള മറ്റ് പാർട്ടികളും CPI-യും ഒക്കെ. ഇങ്ങനെ പറയാൻ പാടുണ്ടോ? അതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? അങ്ങനെ പറയുമ്പോൾ ചില വസ്തുതകൾ പറയാൻ ഞങ്ങൾ നിർബന്ധിതരാകുകയാണ്. അതിലൊന്ന്, CPIM തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ത്രിപുരയിൽ ഇപ്പോൾ BJP-യുടെ ഭരണമാണുള്ളത്. ആ BJP ഭരണം ത്രിപുരയിൽ വരാൻ കാരണക്കാർ കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സാണ് ത്രിപുരയിൽ ഇടതുപക്ഷ ഭരണം അവസാനിപ്പിച്ച് ഇപ്പോൾ BJP-യുടെ നേതൃത്വത്തിൽ ഭരണം 2018 തെരഞ്ഞെടുപ്പിൽ വരാൻ ഇടയാക്കിയത്. അതിൻ്റെ ചരിത്രം ഞാൻ വിസ്തരിച്ച് പറയുന്നില്ല. കാര്യം ഞാൻ വളരെ വലിയൊരു വിമർശനം ഉന്നയിക്കുകയാണ്. CPM BJP ഡീല് കേരളത്തിലുണ്ടെന്നുള്ളത് പോലുള്ള വ്യാജ ആരോപണമല്ല ഞാൻ ഉന്നയിക്കുന്നത്, വസ്തുതകൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്താ, 2018 നടന്ന തെരഞ്ഞെടുപ്പിലാണ് BJP അവിടെ ഭരണത്തിൽ വരുന്നത്. അതിന് 5 വർഷം മുമ്പ് 2013 അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു സീറ്റ് പോലും അസംബ്ലിയിലില്ല.